ആരാണ് ശക്തൻ? കുഞ്ചുമൻ പോറ്റിയോ അതോ കടമറ്റത്ത് കത്തനാരോ? കടമറ്റത്ത് കത്തനാരുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കടമറ്റത്ത് കത്തനാരെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കണ്ട. വാമൊഴിയായി പറഞ്ഞു കേട്ട കടമറ്റത്ത് കത്തനാരുടെ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് കുഞ്ചൻ പോറ്റി. യുക്തിയുടെ അടിസ്ഥാനമില്ലാതെ ഇത് പഴമക്കാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇത് ഒരു കഥയായി മാത്രം കാണുക. ഇത് ഒരു മതത്തെയും വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ച് ചെയ്യുന്ന വീഡിയോ അല്ലെന്നും ഓർക്കുക. കുഞ്ചുമൻ പോറ്റിയും കടമറ്റത്ത് കത്തനാരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച രണ്ട് വ്യക്തികളായിരുന്നു. ഇരുവർക്കും വ്യത്യസ്തമായ മാന്ത്രശക്തികൾ ഉണ്ടായിരുന്നു. കടമറ്റത്ത് കത്തനാർക്ക് തനിക്ക് കിട്ടിയ മാന്ത്രവിദ്യയിലൂടെ ശക്തനായവനും, എന്നാൽ കുഞ്ചുമൻ പോറ്റി തനിക്ക് കിട്ടിയ പാരമ്പര്യമായ കഴിവിൽ നിന്നും തന്റെ ചാത്തന്മാരുടെ കഴിവിൽ നിന്നും കിട്ടിയ മന്ത്രവിദ്യയിലൂടെ അദ്ദേഹം ശക്തനായിരുന്നു. ഇരുവർക്കും മന്ത്രവിദ്യയിൽ പ്രാവീണ്യമുള്ളതുകൊണ്ടാകാം ഇരുവർക്കും ഇടയിൽ ഒരു മത്സരമുണ്ടായിരുന്നു. ആരാണ് കേമൻ? കുഞ്ചുമൻ പോറ്റി അവരുടെ ഉപാസന മൂർത്തിയെ തൃപ്തിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്നും കുറച്ച് ചാത്തന്മാരെ വരമായി ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ഈ ചാത്തന്മാരെ തന്റെ അടിമകളാക്കി മാറ്റി അദ്ദേഹത്തിന്റെ കാര്യലാഭത്തിനു വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. തന്റെ മന്ത്രശക്തികൾ കൂട്ടുവാനും അദ്ദേഹം ഈ ചാത്തന്മാരെ ഉപയോഗിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ കുഞ്ചുമൻ പോറ്റിക്ക് ഒരാഗ്രഹം. കടമറ്റത്ത് കത്തനാരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തെ തന്റെ മുന്നിൽ വെച്ച് പരാജയപ്പെടുത്തി പറഞ്ഞയക്കണം. മുൻകൂട്ടി എഴുതി വെച്ച തിരക്കഥ പോലെ അദ്ദേഹം കത്തനാരെ ക്ഷണിക്കുകയുണ്ടായി. കടമറ്റത്ത് കത്തനാർ കുഞ്ചുമൻ പോറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് കുഞ്ചമൻ ഇല്ലത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ മഠത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു വലിയ നദി മുറിച്ചു കടക്കണമായിരുന്നു. എന്നാൽ പോറ്റി അവിടം തൊട്ട് തന്നെ കത്തനാരെ പരീക്ഷിക്കാൻ തുടങ്ങി. കത്തനാരെ കൊണ്ടുവരാനുള്ള കടത്തുകാരെ പോറ്റിയുടെ അടിമകളായ ചാത്തന്മാർ അവിടെ നിന്നും മാറ്റി. നദിക്കരയിൽ എത്തിയ അച്ഛൻ കണ്ടത് കടത്തുകാരനില്ലാതെ നദിയിൽ കിടക്കുന്ന തന്റെ വഞ്ചി മാത്രം. തന്നെ പരീക്ഷിക്കാനുള്ള കുഞ്ചമൻ പോറ്റിയുടെ തന്ത്രം മനസ്സിലാക്കിയ അച്ഛൻ ആ വഞ്ചിയിൽ കയറി തന്റെ മന്ത്രവിദ്യയാൽ ആ വഞ്ചിയെ ചലിപ്പിക്കുകയുണ്ടായി. ഇക്കരെ നിന്ന ഇതെല്ലാം വീക്ഷിക്കുന്ന കുഞ്ചമൻ പോറ്റി തെല്ലി ഇളിഫ്യത തോന്നിയെങ്കിലും എല്ലാവിധ ആതിഥ്യ മര്യാദയോടുകൂടി അച്ഛനെ സ്വീകരിക്കുകയുണ്ടായി. എന്നിട്ട് കുഞ്ചമൻ പോറ്റി പരിഹസിച്ച് ചോദിച്ചു, എന്താ കത്തനാരെ, തോണി തുഴയുന്നവർ പറ്റിച്ചോ? എന്നെ അപ്പുറം എത്തിക്കുന്നത് ചാത്തന്മാർ തുഴഞ്ഞാണ്, അവർ പറ്റിക്കില്ല. ഇതും പറഞ്ഞ് കുഞ്ചമൻ പോറ്റി പരിഹസിച്ച് ചിരിച്ചു. എന്നാൽ അടിക്കടി തിരിച്ചടി എന്ന പോലെ കത്തനാർ കുഞ്ചമൻ പോറ്റിയോട് മറുപടി പറഞ്ഞു, എനിക്ക് ഈ നദി മുറിച്ചു കടക്കണമെങ്കിൽ ഒരു ചാത്തന്മാരുടെയും ആവശ്യമില്ല. ഞാൻ പറഞ്ഞാൽ ഈ നദി തന്നെ മാറി നൽകും എന്ന് നർമ്മം കലർന്ന ഒരു ചിരിയോടെ അച്ഛൻ മറുപടി നൽകി. പോറ്റിക്ക് അത് അങ്ങ് അത്ര ബോധിച്ചില്ല. എന്നിരുന്നാലും ഇരുവരും ഇല്ലത്തോട്ട് നടന്നു. എന്നാൽ ഇല്ലത്തും വെച്ച് കുഞ്ചമൻ പോറ്റി പരീക്ഷണം തുടർന്നു. ആഹാരങ്ങൾ പാചകം ചെയ്യാതെ അദ്ദേഹം അച്ഛന് നേരെ വെച്ചു നീട്ടി. എന്നിട്ട് കുഞ്ചമൻ പോറ്റി പറഞ്ഞു, കഴിക്ക് മുഴുവനായി കഴിക്ക്. എന്നാൽ തെല്ലും അമാന്തിക്കാതെ കടമറ്റത്ത് കത്തനാർ ആ ആഹാരത്തിൽ തൊട്ടതും പാചകപ്പുരയിൽ നിന്ന് നല്ല പാചകം ചെയ്ത രുചികരമായ ആഹാരം വരിവരിയായി ആ തീന്മേശയിലേക്ക് വന്നു. അതും കുഞ്ചമൻ പോറ്റിയുടെ മുന്നിലൂടെ. ഇത് കണ്ട കുഞ്ചമൻ പോറ്റിക്ക് തെല്ലു പരാജയ ഭീതി തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ കുഞ്ചമൻ പോറ്റി നിന്നു. അങ്ങനെ ഭോജനം കഴിഞ്ഞ് കടമറ്റത്ത് കത്തനാർ തിരിച്ചു പോവുകയാണെന്ന് കുഞ്ചമൻ പോറ്റിയോട് പറഞ്ഞു. ഇത് കേട്ട കുഞ്ചമൻ പോറ്റി താനും വരാമെന്നായി. ഇരുവരും നദിക്കരയിലേക്ക് പോയി കടമറ്റത്ത് കത്തനാരെ യാത്രയയക്കാൻ. എന്നാൽ നദിക്കരയിൽ എത്തിയ കടമറ്റത്ത് കത്തനാർക്ക് തന്റെ വഞ്ചി കാണാൻ സാധിച്ചില്ല. ഇത് കുഞ്ചമൻ പോറ്റിയുടെ കളിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കത്തനാർ കുഞ്ചമൻ പോറ്റിയെ നോക്കിയെങ്കിലും ഒന്നും അറിയാത്ത മട്ടിൽ മുഖം തിരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ പോറ്റി തന്റെ ചാത്തന്മാരെ വിട്ട് ആ വള്ളം ഒരു വലിയ മരത്തിന്റെ മുകളിൽ കയറ്റി വച്ചിരുന്നു. ഇത് അറിയാത്ത മട്ടിൽ പോറ്റി കത്തനാരോട് പറഞ്ഞു, ദേ ആ മാവിന്റെ മുകളിൽ വള്ളം ഇരിക്കുന്നു. ഇതാരു കയറ്റി വെച്ചു? കത്തനാർ നോക്കുമ്പോൾ മാവിന്റെ മുകളിൽ വള്ളം.
കത്തനാർക്ക് എന്താണെങ്കിലും ഈ തവണ ദേഷ്യം വന്നു. അദ്ദേഹം പോറ്റിയോട് പറഞ്ഞു, കുഞ്ചോൻ പോറ്റിയുടെ സ്ഥലത്ത് തിരുമേനി അറിയാതെ ഈ വള്ളം അതിനു മുകളിൽ കയറില്ല. അങ്ങനെ കയറിയാൽ തന്നെ ആ വഞ്ചി താഴെ നദിയിൽ ഇറക്കാൻ തിരുമേനിക്ക് നിമിഷങ്ങൾ മതി. ഇത് കേട്ടതും പോറ്റി പറഞ്ഞു, ഇത്രയും കേമനായ കടമറ്റത്ത് കത്തനാർക്ക് കേവലം ഒരു വഞ്ചി താഴെ ഇറക്കാൻ ഈ പോറ്റിയുടെ സഹായം വേണത്രേ. കഷ്ടം. ഇത് കേട്ടതും കോപാകുലനായ അച്ഛൻ പോറ്റിയോട് പറഞ്ഞു, വഞ്ചി താഴെ ഇറക്കിയില്ലെങ്കിൽ എനിക്ക് വേറെ മാർഗം ചെയ്യേണ്ടി വരും. എങ്കിൽ അതൊന്ന് കാണണമെന്നായി പോറ്റി. കത്തനാർ കണ്ണടച്ച് എന്തോ മന്ത്രം ജപിച്ചു. ഇല്ലത്തെ അന്തർജനങ്ങൾ ഒന്നൊന്നായി വന്ന് ആ മാവിന് മുകളിൽ കയറി. ഇത് കണ്ട പോറ്റിക്ക് മാനനഷ്ടം ഉണ്ടാകുകയും പോറ്റി തോൽവി സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് ആ വഞ്ചി ആ നദിക്കരയിൽ തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് കൊണ്ടുവന്ന് ഇട്ടു. പോറ്റി ഇതിനുശേഷം എല്ലാ പരീക്ഷണങ്ങളും ഉപേക്ഷിച്ച് കത്തനാരുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയും ഉണ്ടായി എന്നാണ് ഐതിഹ്യം. പിൻകാലത്ത് ഇവർ സുഹൃത്തുക്കളായെന്നും ഐതിഹ്യമാലയിൽ പറയുന്നു. എന്നാൽ ചിലർ പറയുന്നു, കുഞ്ചോൻ പോറ്റിയുടെ അഹങ്കാരവും ജനങ്ങളോടുള്ള ഉപദ്രവവും തീർക്കാൻ കത്തനാർ 12 ചാത്തന്മാരെ തിരയെണ്ണാൻ കടലിൽ വിട്ടു എന്നും പറഞ്ഞു കേൾക്കുന്നു. എന്നിരുന്നാലും സമകാലികരായ ഇരുവരും കത്തനാരുടെ ഐതിഹ്യമാലയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇരുവരും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന തെളിവുള്ള കാലം ബാക്കി നിർത്തി കുഞ്ചമൻ വലിയ മഠവും കടമറ്റത്ത് പള്ളിയും ഇപ്പോഴും നിലകൊള്ളുന്നു. ഇത് സത്യമോ അതോ മിഥ്യയോ എന്നോ ആർക്കും അറിയില്ല. എന്നിരുന്നാലും കാലം മാറ്റിവെച്ച ഒരു നല്ല ഐതിഹ്യമായി ഇത് വരും തലമുറയ്ക്ക് കൈമാറി പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.